പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധന വിതരണം നിർത്തുമെന്ന് പമ്പുടമകൾ. അടുത്ത മാസം 1 മുതൽ ഇന്ധനം നൽകില്ല. പോലീസ് മാത്രം നൽകാനുള്ളത് 200 കോടി രൂപയാണ്. പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ചേർന്ന് ആകെ 2000 കോടി രൂപയാണ് നൽകാനുള്ളത്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, വിശദാംശങ്ങൾ. രോഹിണി, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ പമ്പുടമകൾ ഒരു കത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്കും. ഈ സർക്കാർ വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും ഇന്ധനം നൽകിയ വകയിൽ കോടികളാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇന്ധനം നൽകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് പമ്പുടമകൾ കൈക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിച്ച വകയിൽ 200 കോടി രൂപയാണ് പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ വകയിൽ ലഭിക്കാനുള്ളത്. ആകെ മറ്റ് സർക്കാർ വാഹനങ്ങൾക്ക് ഫയർഫോഴ്സ് മറ്റ് സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ വകയിൽ പമ്പുടമകൾക്ക് ലഭിക്കാനുള്ളത് 2000 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇന്ധനം നൽകില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടാണ് പമ്പുടമകൾ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ്. തുക അടയ്ക്കാതെ ഇനി ഇക്കാര്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതും പമ്പുടമകൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാന പോലീസ് മേധാവി ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ 12 ദിവസ തുക അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവിൽ തന്നെ പറഞ്ഞൊരു കാര്യം, സംസ്ഥാനം പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ്. ഇനി 76 ലക്ഷം രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു നിയന്ത്രണം വേണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തന്നെ സംസ്ഥാനത്തിന്റെ ഒരു നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിന് മുൻപ് കുറച്ചു കാലം മുൻപാണ് ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കുന്ന പെട്രോൾ പമ്പ് താൽക്കാലികമായി അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് തുക അടച്ചതിന് ശേഷമാണ് പിന്നീട് ആ ഒരു പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതൊക്കെ തന്നെ. അന്ന് അതാത് സ്റ്റേഷനുകളിൽ നിന്ന് അതാത് ഉദ്യോഗസ്ഥരുടെ പൈസ ഉപയോഗിച്ച് പെട്രോൾ അടിക്കണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരുന്നു. ഇത്രത്തോളം ഒരു പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത്. അതായത് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പോലും പണം നൽകുന്നില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. തീയതി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പോലീസിന്റെ വാഹനങ്ങൾ മാത്രമല്ല മറ്റെല്ലാ സർക്കാർ വാഹനങ്ങളും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ വേനൽക്കാലം കൂടിയാണ്. അപ്പോൾ ഫയർഫോഴ്സിനുൾപ്പെടെ അടിയന്തരമായി പലയിടങ്ങളിലും ഈ തീപിടുത്ത സാധ്യതയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഫയർഫോഴ്സിനാണെങ്കിലും അടിയന്തരമായി പലയിടങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. മറ്റ് സർക്കാർ വാഹനങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ജോലിയുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും അത്തരത്തിലുള്ളതാണ്. ആ ഒരു സമയത്താണ് എത്രത്തോളം പ്രതിസന്ധി. അതും 2 കോടിയോ 3 കോടിയോ ഉള്ള 2000 കോടി രൂപയാണ്. പല തവണയായി ഈ തുക തിരിച്ചടയ്ക്കാം എന്നുള്ള ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ തുക ഇതുവരെയും സർക്കാർ അടച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കുമെന്നുള്ള ഉറച്ച ഒരു നിലപാടിലേക്ക് പമ്പുടമകൾ എത്തിയിരിക്കുന്നത്. കുറച്ച് പണം നൽകാം, ബാക്കി പിന്നീട് നൽകാം എന്നുള്ള ഒഴിവ് കഴിവ് പറഞ്ഞാണ് ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുപോയത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാണ്. ഈ ആഭ്യന്തര വകുപ്പിന് വേണ്ടി പോലീസിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയും ഒക്കെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകുന്നത്. കേന്ദ്ര സർക്കാർ വകയിരുത്തുന്ന തുക കൃത്യമായി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ ഈ പെട്രോൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യം ഏറ്റവും അടിയന്തരമായി വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയോ ചെയ്യാതെ അത് വക മാറ്റി മറ്റു പല കാര്യങ്ങൾക്കുമായി ഈ ദൂരത്തിന് വേണ്ടിയൊക്കെ സർക്കാർ വിനിയോഗിക്കുന്നതാണ് ഇത്രത്തോളം കടുത്ത പ്രതിസന്ധിക്ക് കാരണം. ഏതായാലും സംസ്ഥാനത്തെ ഒരു സാഹചര്യം വളരെ ഗുരുതരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹരിക്കാതെ ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റും അനാവശ്യമായിട്ടുള്ള ദൂർത്തും അനാവശ്യമായിട്ട് വിദേശയാത്രകൾക്കും വാഹനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ പണം മറ്റു പല പരിപാടികൾ നടത്തി അനാവശ്യമായി. അതെ, രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥത തന്നെയാണ് സംസ്ഥാനത്ത് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മതിയാകുകയുള്ളൂ. കാരണം ക്രമസമാധാന നില പാലിക്കേണ്ടതുണ്ട്. പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇത്തരത്തിൽ ഇന്ധന വിതരണം തടസ്സപ്പെടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പാളിച്ച തന്നെ ഈ ക്രമസമാധാന നിലയിലും സർക്കാർ കാര്യനിർവഹണത്തിലും ഒക്കെ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും മറികടന്നേ മതിയാവുകയുള്ളൂ. ഈ 2000 കോടി എന്നുള്ളത് സർക്കാരിന്റെ മുന്നിലുള്ളതൊരു വലിയ ബാധ്യതയാണ്. ഇത് എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്.
അരുണി, ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു തുകയല്ല ഈ 2000 കോടി എന്ന് പറയുന്നത്. വളരെ ആ ഒരു സംഖ്യ കേൾക്കുമ്പോൾ വലിയൊരു സംഖ്യയാണ്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഓരോ ഘട്ടങ്ങളിലായി ഈ കുടിശ്ശിക തുക ഉണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ബോധ്യമുള്ള കാര്യമാണ്. പമ്പുടമകളാണെങ്കിലും പല തവണ ആവർത്തിച്ചത് പറഞ്ഞിട്ടുമുണ്ട്. താൽക്കാലികമായി തിരുവനന്തപുരത്ത് ഈ പോലീസ് വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ അടിക്കുന്ന പമ്പ് താൽക്കാലികമായി അടച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക്. പിന്നീട് ചർച്ച നടത്തി കുറച്ച് പണം കൊടുത്താണ് വീണ്ടും അതിന്റെ പ്രവർത്തനമൊക്കെ പുനരാരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രത്തോളം രൂപ കുടിശ്ശികയുണ്ട്. അതൊരു ഭീമമായ തുകയാണ്. ഈ പമ്പുടമകൾക്കൊക്കെ ബാങ്കിൽ പണം അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അവരും പലതരത്തിൽ ഈ ഓവർ ഡ്രാഫ്റ്റ് അങ്ങനെ പല പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പമ്പുടമകളൊക്കെ നിലവിൽ പ്രതികരിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവർ നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇനിയും ഇതേ രീതിയിൽ തന്നെ തുടർച്ചയായിട്ട് കുറച്ച് തുക പോലും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. പക്ഷേ ഇവർ ഇതേ രീതിയിൽ തന്നെ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പമ്പുടമകൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഈ സംസ്ഥാന സർക്കാർ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ തുക എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഉയർന്നൊരു ചോദ്യം. ഈ ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാതെ സർക്കാർ ഇരിക്കുന്നു. മറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ പണമില്ല. ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട വിഷയങ്ങൾക്കൊന്നും തന്നെ പണമില്ല. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും യഥേഷ്ടം തുടരുകയാണ്. അനാവശ്യമായിട്ടുള്ള പല പരിപാടികളും ഈ മുഖാമുഖം പരിപാടിയൊക്കെ ഏറ്റവും അടുത്തിടെയായി സംഘടിപ്പിച്ച പരിപാടിയാണ്. ഇതൊക്കെ എന്ത് നേട്ടമാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കോടികളും ലക്ഷങ്ങളുമാണ് ഇത്തരം പരിപാടികൾക്കും സർക്കാരിന്റെ പ്രചാരണത്തിനു വേണ്ടിയും മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിക്കാൻ വേണ്ടിയും ഒക്കെ ചിലവഴിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് പോലീസ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഏത് അടിയന്തര ഘട്ടത്തിലും പോലീസ് വാഹനങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എവിടെയും തീപിടുത്തം ഉണ്ടാകാം, അപകടങ്ങൾ ഉണ്ടാകാം, അവിടേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. ഇലക്ഷൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് പോലീസിനും ഫയർഫോഴ്സിനും പുറമെ എല്ലാ സർക്കാർ വാഹനങ്ങളും പുറത്തിറക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വളരെ തിരക്കിട്ട ജോലികൾ ചെയ്ത് തീർക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഇലക്ഷന്റെ പ്രചാരണമൊക്കെ വളരെ കൊഴുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ സർക്കാർ സംവിധാനങ്ങളും പൂർണ്ണമായും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പെട്രോൾ പമ്പ് ഉടമകൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇന്ധന വിതരണം നിർത്തിവെക്കുമെന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സർക്കാരിന് നേരത്തെ മുൻകൂട്ടി കാണാമായിരുന്ന ഒരു വിഷയമാണ്. പല തവണ പമ്പുടമകൾ സർക്കാരുമായി ചർച്ച നടത്തി ഈ കുടിശ്ശിക തുക നൽകണമെന്ന് അറിയിച്ചിരിക്കുന്നത്. പോലീസിന് മാത്രമാണ് 200 കോടി രൂപ, മറ്റെല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും പെട്രോൾ അടിക്കുന്ന ഇന്ധനം നൽകിയ വകയിൽ 2000 കോടി രൂപയാണ് സർക്കാർ നൽകേണ്ടത്. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിക്കും ചീഫ് സെക്രട്ടറിക്കുമാണ് പമ്പുടമകൾ കത്ത് നൽകിയിരിക്കുന്നത്. ഇതുവരെയും ഈ ഒരു അധികാരികൾ ആരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര ഇടപെടൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് പമ്പുടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി രശ്മി. ഇപ്പോൾ